പിന്നെ എൻ്റെ അവസ്ഥ ഞാനൊരു കണ്ടന്റ് ആക്കിയെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. അപ്പം ഓൾറെഡി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാൾ എന്ത് പറ്റിയെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയ കുറച്ച് ദിവസങ്ങളാണ് ജീവിതത്തിൽ കടന്നുപോയത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മളെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തിരക്കി വരാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഏറ്റവും ഇൻറ്റിമസ് ആയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങൾ കേട്ടോ. അപ്പം ക്ലോസ് റിലേഷൻ അല്ല എങ്കിലും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു അപ്പച്ചിയാണ്. അപ്പോൾ നമ്മൾ ചെല്ലേമെന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ആൾ കഴിഞ്ഞ ദിവസം മരിച്ചു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞൊരു വീഡിയോ ഓൾറെഡി ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ഒരു ദിവസം നമ്മളെ വിട്ടു പോകുന്നുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഇന്ന് കാണുന്നവരെ നമ്മൾ നാളെ കാണാൻ പറ്റുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് മെൻ്റലി ഓക്കെ അല്ല. അതൊരു ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. ഇപ്പോൾ എന്നെ അറിയുന്നവർ പറയും ചിലപ്പോൾ ആക്ടിങ് ആണെന്ന്. പക്ഷെ അല്ല, നമുക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുക. എപ്പോഴും കാണുന്ന ഒരാൾ പെട്ടെന്നൊരു നിമിഷത്തിൽ ഇനി അങ്ങോട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ എന്തുമാത്രം ഒരു വിഷമം ഉണ്ടാവും. അതാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോസൊക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന വീഡിയോസാണ് കേട്ടോ നിങ്ങൾ കണ്ടതൊക്കെ. അപ്പം പിന്നെ ഇതങ്ങ് മൂവ് ഓൺ ആയേ പറ്റുള്ളൂ, മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമുക്ക് സങ്കടമുണ്ട്, എല്ലാവർക്കും സങ്കടമുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആളുകളുണ്ട്, പല പല കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ അവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വന്നു കേട്ടോ ശരിക്കും. കാരണം ആൾ മരിക്കുന്നതിന് മുന്നേ 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ വിളിക്കുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നേ. എല്ലാവർക്കും അങ്ങനെയാണ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം അമ്മയുടെ നാത്തൂൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു രീതിയായിരുന്നു കേട്ടോ. എപ്പോഴും എവിടെ പോകണമെങ്കിലും ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും വരുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഇനി അങ്ങില്ലെന്ന് പറഞ്ഞ ഒരു കാര്യം ആർക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെയാണല്ലോ, മുന്നോട്ട് പോവുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു തലയ്ക്കൊക്കെ ഭയങ്കര ഒരു ഭാരം പോലെയായിരുന്നു കേട്ടോ. എന്തോ ഒരു തലവേദന പോലെയോ. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു വിഷമം ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കിടക്കുമായിരുന്നു കേട്ടോ. അത് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. പിന്നെ ഇനിയിപ്പോൾ എക്സാം അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു മനസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പം എന്തായാലും തലയ്ക്ക് ഭയങ്കര ഒരു കനം പോലെയൊക്കെയാണ്. ഭയങ്കര ചൂടും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നമുക്കുള്ളിൽ ഉള്ളപ്പോൾ നമുക്ക് എന്താണ് ഒരവസ്ഥ? നമ്മുടെ ഉള്ളിൽ പനിയുള്ളപ്പോൾ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു ക്ഷീണം പോലെ. അതേപോലൊരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഒന്ന് തലയൊന്ന് കൂളാക്കാം. തലയൊക്കെ ഒന്ന് നമുക്കൊരു ഹെർബൽ ഷാമ്പൂ പോലെ ഒന്ന് കുറച്ച് താളിയൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെടികളാണ് അല്ലെ എന്തൊക്കെ പൂക്കളാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. കുറച്ച് ദിവസമായിട്ട് എങ്ങും ഇറക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് സാധിക്കില്ല. 16 രാത്രി കഴിയാതെ നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒന്ന് പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസമായി അത് വിചാരിക്കുന്നു, അതൊന്നും നടക്കുന്നില്ല. അപ്പം നാളെ എന്തായാലും ഒന്ന് പള്ളിയിൽ പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവണമെങ്കിൽ നമുക്കങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ടൊരു ഏരിയ വേണമല്ലോ, കുറച്ച് സമയം ഒന്ന് ചെന്നിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് പോയിട്ട് പൂവ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ എടുക്കുന്നൊരു ബക്കറ്റാണ്.
പിന്നെ എൻ്റെ അവസ്ഥ ഞാനൊരു കണ്ടൻ്റ് ആക്കിയെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. അപ്പം ഓൾറെഡി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരാൾ എന്തു പറ്റിയെന്ന് വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു മൈൻഡ് അത്ര ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ അതാണ് കേട്ടോ റീസൺ. നിലവിൽ പൂവൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ വെള്ളപ്പൂ മാത്രമേ ഉള്ളൂ. വെള്ളപ്പൂ നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ തലയിൽ തേക്കാനൊന്നും. പിന്നെ കുറച്ച് ചെത്തിപ്പൂവിൻ്റെ ഇതൊക്കെ നിൽപ്പുണ്ട്. അപ്പം അങ്ങനെ അത് പറിക്കാം. ചെത്തിപ്പൂ നല്ലതാണ് കേട്ടോ, നല്ല മുടിക്ക് നല്ല ഷൈനായിട്ട് കിടക്കുവേ. കുറച്ച് മുട്ടൊക്കെ നിൽപ്പുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ജീവിതം എന്ന് പറയുന്നത് ശരിക്കും എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടേ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ല എന്ന് പറയുന്ന ഒരു ആബ്സെൻസേ, അതൊരു ഭയങ്കര സങ്കടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എന്താവശ്യത്തിന് നമുക്ക് എന്തൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും ഏത് സമയത്തും നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാൾ, നമുക്ക് എന്തൊരാവശ്യമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ആളുകൾ നമ്മുടെ ലൈഫിൽ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ കോണ്ടാക്റ്റുകളിൽ ഒരാളായിട്ടെങ്കിലും സേവ് ചെയ്യുക മതി. ഒരു കണക്ഷനാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള 9 ഫ്രണ്ട്സിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിട്ടുള്ള എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും നീ ഓക്കെ അല്ലേ, ഞാൻ ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടാവണം. ഫോൺ വിളിച്ചാൽ അപ്പുറത്ത് ഹലോ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ഒരാളെയെങ്കിലും ലൈഫിൽ സേവ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. എനിക്കങ്ങനെ ദൈവം അനുഗ്രഹിച്ച് 2-3 സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അതുതന്നെയാണ് ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടും ഇപ്പം ഞാനിങ്ങനെ ഒക്കെ ആയി വരുന്നതും അതിൻ്റെ ഒരു ബലം കൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ പൂക്കളൊക്കെ കുറവാണ്. അപ്പം നമുക്ക് ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാം. ഞാൻ പെട്ടെന്ന് അങ്ങ് പറിച്ച് കയറി പോവാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ ഞാൻ പറിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒരു താളി പോലെ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, മൈൻഡൊന്ന് ഓക്കെ ആകാനും തലയ്ക്ക് ചെറിയൊരു തണുപ്പൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ മുന്നോട്ട് നമ്മൾ ഓക്കെ ആയല്ലേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നു, അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു, ഇടപഴകുന്നു. നാളെ ഒരു സമയത്ത് അവർ നമ്മളെ തനിച്ചാക്കി പോകുന്നു. ചില വിവരങ്ങൾ നമ്മൾ അറിയുന്നില്ല, ചിലത് നമ്മൾ അറിഞ്ഞ് തന്നെ പോകുന്നു. അപ്പോൾ അതൊരു അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എല്ലാ പ്രാവശ്യവും എനിക്ക് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കുറച്ചധികം സന്തോഷങ്ങളും അതിനേക്കാട്ടിനുപരി സങ്കടങ്ങളും ഒക്കെയാണ് കേട്ടോ കൊണ്ടുപോകാനുള്ളതേ. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് അതാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി വരുമ്പോൾ നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കാനായിട്ട് ഇനി എൻ്റെ ലൈഫിലൊരു സ്പേസ് ഇല്ല കേട്ടോ.